നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ചെറിയാൻ ഡൽഹിയിൽ നിന്നും, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ നടന്ന ഒരു അപൂർവമായ ആൾക്കൂട്ട കൊലപാതകം, അതും ഒരു അതിഥി തൊഴിലാളിയുടെ കൊലപാതകം ആണ്. അതിന് കാരണം അത് കേരളത്തെ ജാതിപരമായ ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ നടക്കുന്ന സംസ്ഥാനങ്ങളുടെ ശ്രേണിയിലേക്ക് ആൾക്കാർ ദേശീയമായി ഇപ്പോൾ ചേർത്തിരിക്കുകയാണ്. ഇന്നലെ എന്നോട് പല സുഹൃത്തുക്കളും ചോദിച്ചു, കേരളവും ജാതി സ്പർദ്ധയും ജാതി കൊലപാതകവും തുടങ്ങിയോ എന്ന്. ഒരു വിധത്തിൽ പറഞ്ഞാൽ 70കളും 80കളും കേരളത്തിൽ വളർന്ന അല്ലെങ്കിൽ മാധവൻകുട്ടിയെ പോലുള്ള സീനിയർ ആൾക്കാർക്കൊക്കെ ഷോക്കാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ. എന്ന് വെച്ചാൽ കേരളത്തിൽ അങ്ങനെ ഒരു സംഗതി നമ്മൾ കേട്ട് കേൾവിയും പോലും ഇല്ല. പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഇത് ബംഗ്ലാദേശിയാണെന്ന് പറഞ്ഞ് ഒരാളെ കൊലപാതകം നടത്തിയിരിക്കുന്നു. എന്താണ് ശ്രീ മാധവൻകുട്ടി ഈ ഒരു സംഭവം കാണിക്കുന്നത്? കേരള സൊസൈറ്റിയിലെ ഈ ഒരു സഹവർത്തിത്വം എന്ന് പറയുന്ന ഒരു യുണീക്ക് ഒരു ആസ്പെക്ട് ഉണ്ടായിരുന്നു കേരള സൊസൈറ്റിയുടെ, അത് നഷ്ടപ്പെടുകയാണോ? ചെറിയച്ഛൻ, ഇത് അത്യപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമായി കാണാൻ കഴിയുകയില്ല. ഇപ്പോൾ പാലക്കാട് നടന്ന സംഭവത്തെ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിൽ ഇതുപോലെ മധു എന്നൊരു ആദിവാസി യുവാവിനെ ഇതേ സാഹചര്യത്തിലല്ല, ഇതിന് രാഷ്ട്രീയ പശ്ചാത്തലം വ്യത്യാസമാണ്. അതായത് ജീവിതം ആസ്വദിക്കാൻ വേണ്ടി മലമ്പ്രദേശങ്ങളിൽ വന്ന ഒരു കൂട്ടം നവമലയാളി യുവാക്കൾ, അവർ മധു എന്ന ആദിവാസിയെ അവരുടെ നഷ്ടപ്പെട്ട ഏതോ സാധനം മോഷ്ടിച്ചു എന്ന പേരിൽ അടിച്ചു കൊല്ലുന്ന ഒരു സംഭവം ചെറിയാൻ ഓർമ്മയുണ്ടാവും കേരളത്തിൽ. അപ്പൊ ഇത് അങ്ങനെ അത്യപൂർവം എന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല, എങ്കിലും കുറവാണ്. വടക്കേ ഇന്ത്യയിലെയും ഇന്ന് BJP RSS ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെയും രീതിയിൽ മുസ്ലിങ്ങളെയും മറ്റ് ദലിതരെയും കൂട്ടമായി ആക്രമിച്ച് അടിച്ചു കൊല്ലുന്ന സംഭവങ്ങൾ അപൂർവമാണ്. എങ്കിൽ അത്യപൂർവം എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, അത് രാഷ്ട്രീയ പശ്ചാത്തലം നിൽക്കട്ടെ. അവര് ബംഗ്ലാദേശി ആണെന്നും മുസ്ലിം ആണെന്നും തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് ഈ പ്രതികളിൽ ബഹുഭൂരിപക്ഷവും RSS BJP ബന്ധമുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഉള്ള ആളുകളെ അറിഞ്ഞ സ്ഥിതിക്ക് ഇതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലവും ഒരു വംശീയ പശ്ചാത്തലവും ഉണ്ട്. അതിലേക്ക് ഞാൻ പിന്നീട് വരാൻ ശ്രമിക്കാം. എന്നാൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് കേരളത്തിലെ ഒരു നവ മധ്യവർഗം, ന്യൂ മിഡിൽ ക്ലാസ്, ശുദ്ധ ഉപഭോഗത്തിൽ, അതായത് പ്യുവർ കൺസംഷനിൽ ആഹ്ലാദം കണ്ടെത്തുന്ന, വിനോദം കണ്ടെത്തുന്ന, വിശ്രമവേള കണ്ടെത്തുന്ന ഒരു ക്ലാസ്, ആ ക്ലാസ് കേരളം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു. അത് പണം വരുന്നതിൻ്റെ ഒരു വഴി നോക്കുകയാണെങ്കിൽ അതിന് പല കാരണങ്ങളുമുണ്ട്. പല സമ്പന്നരുടെ ഒരു വർഗം കേരളത്തിൽ തീർച്ചയായും ഉടലെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ അതിദരിദ്രരെ ഇല്ലായ്മ ചെയ്തു എന്ന് പറയുമ്പോഴും കേരളത്തിൽ ധനികരും പാവപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ മിഡിൽ ക്ലാസ് ഉയർന്നിരിക്കുകയാണ്. അവരുടെ ഉപഭോഗ സംസ്കാരം സൃഷ്ടിച്ചത് 1991 ശേഷമുള്ള ആഗോളവൽക്കരണത്തിന്റെയും അതിനു മുൻപ് നാം ആദ്യമായി ഈ പറയുന്ന ജീവിത സൗകര്യങ്ങൾ മനസ്സിലാക്കിയ ഗൾഫ് നാടുകളിൽ നിന്നും വന്ന ഒരു ധാരയുണ്ട്. ഇതെല്ലാം കൂടി ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ ആഭാസകരമായ ജീവിത ശൈലിയിലേക്ക്, അല്ലെങ്കിൽ വിശ്രമവേള ഉപയോഗത്തിലേക്ക്, ആസ്വാദനത്തിലേക്ക് പോകുന്ന ഒരു മധ്യവർഗ വരേണ്യവർഗം ഇവിടെ കേരളത്തിൽ നിലവിലുണ്ട്. അവർ ആഹ്ലാദത്തിന് പോകുന്നത് വനമേഖലയിലേക്കായേക്കാം, അല്ലെങ്കിൽ അവർ ജീവിതം ആസ്വദിക്കാൻ പോകുന്നത് പട്ടിണി പാവങ്ങളുള്ള തീരദേശ മേഖലയിലേക്കായിരിക്കാം. റിസോർട്ടുകൾ എവിടെയാണോ, അല്ലെങ്കിൽ ഓഫ് റോഡുകൾ എവിടെയാണോ, എവിടേക്കെല്ലാം വീഡിയോയുമായി ചെന്ന് സെൽഫിയിൽ അഭിരമിക്കാം എന്ന് തീരുമാനിക്കുന്ന സ്ഥലത്ത് ഈ നവ മലയാളി യുവതീ യുവാക്കളുടെ സംഘം
പോവുകയാണ്, ജീവിതം ആസ്വദിക്കുകയാണ്. അവരുടെ മുന്നിൽ ആദിവാസിയോ ഇത്തരത്തിലെ അതിഥി തൊഴിലാളിയോ ഒരു കണ്ണിലെ കരടാണ്, അല്ലെങ്കിൽ ഒരു കൗതുകമാണ്, അല്ലെങ്കിൽ മർദ്ദനത്തിന് വിധേയനാക്കാൻ പറ്റിയ ഇരയാണ്. ഇതാണ് ഒരു സാമൂഹ്യ ശാസ്ത്രപരമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിൽ ഒരു പുതിയ ചെരുവ് കൂടി ചേർക്കപ്പെട്ടിരിക്കുന്നു, ഹിന്ദുത്വ വംശീയത. ഇതിനകത്ത് പിന്നെ ഒരു ചെറിയ മനസ്സിലാവും, ഇത് ആധുനികതയുമല്ല, ഉത്തരാധുനികതയുമല്ല, ഇത് ഒരു നവ ജന്മിത്വമാണ്, ഒരു നവ ഫ്യൂഡലിസമാണ്. ഈ സമ്പന്ന വർഗത്തിന്റെ കേരളത്തിലെ, ഇത്രയും അസമത്വമുള്ള കേരളത്തിൽ ഇത്രയും അതിവേഗം ഇത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഗ്യാപ്പ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുമേൽ ഇത്തരത്തിലുള്ള ഒരു വർഗം ഉദയം ചെയ്തിരിക്കുന്നു. അവർ ബ്രാഹ്മണിക്കലാണ്, അത് ബ്രാഹ്മണിക്കലാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഈ നവഫ്യൂഡൽ വ്യവസ്ഥയുടെ ഉൽപ്പന്നമായ ഈ സമ്പന്ന വർഗം ഇപ്പോൾ ഹിന്ദുത്വ ആശയങ്ങളിലേക്കും ആകൃഷ്ടരായിരിക്കുന്ന ഒരു അരാഷ്ട്രീയ വർഗം. ആ അരാഷ്ട്രീയ വർഗത്തിന് അത് ബ്രാഹ്മണിക്കലാണ്. അതിന് ഒരു കാര്യം കൂടിയുണ്ട്, നമ്മളുടെ അതിഥി തൊഴിലാളികളെല്ലാം ബ്രാഹ്മണർ ചെയ്യാൻ മടിച്ചിരുന്ന വേലകളും ജോലികളുമാണ് ഇന്ന് ചെയ്യുന്നത്. അത് മലിനജലം മാറ്റുക, അടുക്കള കഴുകുക, ഡ്രെയിനേജ് വൃത്തിയാക്കുക, സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ തോട്ടം നനയ്ക്കുക. ഇങ്ങനെ ശാരീരികമായി മലയാളി ഇന്ന് ചെയ്യാൻ മടിക്കുന്ന, പൂർവകാലത്ത് ബ്രാഹ്മണർ ചെയ്യാൻ മടിച്ചിരുന്ന ശാരീരിക ജോലികളോടുള്ള അവജ്ഞ വീണ്ടും പുനരുത്പാദിപ്പിക്കപ്പെടുകയാണ് ഈ നവ മലയാളി സവർണ ഉപഭോഗ സംസ്കാരം. അതിന്റെ ഫലമാണ് ഇത് രണ്ടിന്റെയും കൂടി. ഇപ്പൊ ഏറ്റവും ഒടുവിലായി കാസ തുടങ്ങിയ സവർണ ക്രിസ്ത്യൻ സമ്പന്ന വർഗത്തിന് ഇടയിലുള്ള മുസ്ലിം വിരുദ്ധ കൂട്ടുകെട്ടുകൾ, ഇതെല്ലാം കൂടി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിലാണ്, സാംസ്കാരിക രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് പാലക്കാട്ടെ ഈ കൊലയെ നാം കാണേണ്ടത്. അതിന് ഓരോന്നിനും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൽ സമ്പന്നരും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്ന ഒരു ഇടപെടൽ അടിയന്തരമായി വേണം. അല്ലാതെ വെറും അതിദാരിദ്ര്യരായി 64,000 പേരെ കണ്ട്, അത് നല്ല കാര്യം. പക്ഷെ 64,000 പേരെ കണ്ടു മാറ്റിയത് കൊണ്ട് കേരളത്തിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളും കേരളത്തിലെ ലക്ഷക്കണക്കിന് അതിഥി തൊഴിലാളികളും അവരുടെ ജീവിത രീതിയും അവരുടെ ജീവിത സൗകര്യങ്ങളും നാം തിരിച്ചറിയണം. അത്യന്തം മോശമായ ജീവിത സാഹചര്യങ്ങൾ ജീവിച്ചുകൊണ്ടാണ് അവർ കേരളത്തിൽ കഴിയുന്നത്. അവരുടെ രജിസ്ട്രേഷൻ ഇല്ല, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല, അവർക്ക് വേണമെങ്കിൽ കേരളത്തിൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യമില്ല. പിന്നീട് അതിനെല്ലാം മുകളിൽ ഒരു മലയാളിയുടെ ഒരു വംശീയ അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങളുമുണ്ട്. ഒരുതരം എന്താ പറയുന്നത്, നമ്മൾ സൗത്ത് ആഫ്രിക്കയിലൊക്കെ പറഞ്ഞിരുന്ന പോലെയുള്ള എന്താ പറയുക, വംശീയമായിട്ടുള്ള അപ്പാർത്തൈഡ് ചെറിയ, അത് നമ്മൾ കാണാതിരുന്നുകൂടാ. നിങ്ങൾ ഒരിക്കലും ഒരു അതിഥി തൊഴിലാളിയെ നിങ്ങളുടെ സ്വീകരണ മുറിയിലോ ഊണുമുറിയിലോ ഇരുന്ന് ഒരിക്കൽ ഭക്ഷണം കഴിച്ചിട്ടില്ല നിങ്ങൾ. ഇത് ഈ യാഥാർത്ഥ്യമാണ്. സാംസ്കാരികമായി അവരെ അസിമിലേറ്റ് ചെയ്യാൻ യാതൊരു ശ്രമവും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന മലയാളി വർഗങ്ങളിൽ പോലും ഞാൻ കാണുന്നില്ല. ചെറിയ ഇത് വളരെ ദുഃഖകരമാണ്. ഇത് എന്താ പറയണ്ടേ, സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നതിന് അപ്പാർത്തൈഡ് മലയാളത്തിൽ പറഞ്ഞിരുന്നത്, ആ ഒരു തരത്തിലേക്ക് പോകുന്ന ഒരു മധ്യവർഗ സമൂഹമായി നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സാംസ്കാരിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഹിന്ദുത്വയുടെ നവപടയാളികൾ പാലക്കാടും മറ്റും രക്ഷപ്പെടുന്നത്. പക്ഷെ മലപ്പുറത്ത് വേറൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു, അത് ഹിന്ദുക്കളായിരുന്നില്ല, അത് മുസ്ലിം സമ്പന്ന വർഗത്തിലെ ചെറുപ്പക്കാർ ഉൾപ്പെട്ട ആളുകളായിരുന്നു മധുവിൻ അടിച്ചു പോകുന്നത്. പക്ഷെ ഇവരെല്ലാം പുറമെ സംസ്കാര ചിത്തരും വളരെ പുരോഗമനവാദികളും ഇവർക്ക് മതവ്യത്യാസമില്ല എന്ന് പറയുന്നവരും ഈ പാവപ്പെട്ട ഈ ആക്രമിച്ചു കൊല്ലുന്ന ആദിവാസികളെ വളരെ വളരെ എന്താ പറയണ്ടേ, ആദിവാസികളെ നിങ്ങൾ പറയുമ്പോൾ ഒരു അരുമയോടുകൂടി സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും അരുമയോട് ആദിവാസികൾ, അതിഥി തൊഴിലാളികൾ, ആ പേരിട്ടത് കേരളം. പക്ഷെ ഇപ്പൊ അതിനൊരു ഐറണി തോന്നും.
അടിച്ചു കൊല്ലപ്പെടുന്ന അതിഥി തൊഴിലാളി. ഇത്തരത്തിലുള്ള ഒരു വളരെ സങ്കീർണവും എന്നാൽ അതേസമയം ലളിതവുമായ ഒരു പ്രശ്നത്തിന്റെ ഭാഗമാണ് പാലക്കാട് നമ്മൾ രാംനാരായണൻ എന്ന് പറയുന്നത്. തെറ്റിദ്ധരിച്ച് മുസ്ലിം ആണെന്നോ ബംഗ്ലാദേശി ആണെന്നോ തെറ്റിദ്ധരിച്ച് ഒരു കൂട്ടം ഹിന്ദുത്വ ഇതിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആക്രമിച്ചു കൊന്നത്. അതിനെ RSS കൊല എന്ന് വിളിക്കണമോ എന്ന് സതീശൻ സംശയം പറയുന്നത് കണ്ടു. അത് അദ്ദേഹത്തിന്റെ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇനി ഹിന്ദുക്കളെ എല്ലാം ഇതിന്റെ പേരിൽ ആക്രമിച്ച് വോട്ട് നഷ്ടപ്പെടുമെന്നുള്ള അദ്ദേഹത്തിന്റെ ഭയമായിരിക്കാം. പക്ഷെ അതിന് ആ പ്രതികളിൽ ഭൂരിപക്ഷവും ഹിന്ദുത്വ മനോഭാവമുള്ള യുവാക്കളായിരുന്നു എന്നിന്ന് വ്യക്തമായിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കൂടി ഒരു ചെരുവ, ഒരു കോക്ടെയിൽ, ആസ് യു കോൾ എ കോക്ടെയിൽ, a social cocktail is being formed in Kerala, which is very dangerous. തന്നെയാണ് ഇന്നത്തെ മനോരമയുടെ ലീഡ് സ്റ്റോറി ഡൽഹിയിൽ കണ്ടത്. കേരളത്തിന്റെ ഹൃദയം നേപ്പാളിൽ തുടിക്കാൻ പോകുന്നു. നേപ്പാളിയിൽ, അതായത് മകൾക്ക് ഒരു മലയാളിയുടെ ഹൃദയം മാറ്റിവെക്കൽ, അതും സർക്കാർ ഹോസ്പിറ്റലിൽ നടത്തുന്നു. ഇത് രണ്ടും നടത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കേരളത്തിന്റെ ആ പഴയ നന്മ പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇത് രണ്ടും കൂടെ എത്ര നാൾ കോഎക്സിസ്റ്റ് ചെയ്യും എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങൾ കേരളത്തിൽ നടത്തിയിരിക്കുന്നതിൽ? പക്ഷെ ഹൃദയം മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ ഒരു പ്രത്യേക ഒരു മേഖലയിൽ സംഭവിക്കുന്ന ഒരു പ്രദർശനാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഹൃദയം മാറ്റിവെച്ചതിന്റെ പേരിലുള്ള ഒരു മെറ്റഫറും അതിന്റെ പിന്നിലുള്ള മലയാളിയുടെ മാനവീയതാ ബോധത്തെ പറ്റിയുള്ള പറച്ചിലുമെല്ലാം തലക്കെട്ടുകൾ നേടുന്ന, എന്നാൽ മുഖ്യധാരക്കാർക്ക് സന്തോഷം തരുന്ന, അവരുടെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. എന്നാൽ പാലക്കാട് നടന്നത് കാപട്യങ്ങളില്ലാത്ത ഒരു പ്രദർശനമാണ്. അതിന് മലയാളി വംശീയതയുടെ ഏറ്റവും ഹീനമായ ഒരു മുഖമാണത്. അതിനെ നിങ്ങൾക്ക് നേപ്പാളിയുടെ ഹൃദയം കൊടുത്ത മലയാളി എന്നുള്ള അത്തരത്തിലുള്ള മാധ്യമ തലക്കെട്ടുകളിലൂടെയും മാധ്യമ പൈങ്കിളിയിലൂടെയും നിങ്ങൾക്ക് മറികടക്കാൻ കഴിയില്ല. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കണ്ണാടിയിൽ നോക്കേണ്ടി വരും മലയാളിക്ക്. അത് കേരളത്തിലെ പ്രത്യേക കാലഘട്ടം. അത് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഏകദേശം 3.5 കോടിയിൽ എനിക്ക് 50 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ കേരളത്തിൽ നിന്ന് വെളിയിൽ പോയി ജീവിക്കുന്ന ഒരു സമുദായത്തിലെ ഒരു മലയാളി, അത് വംശീയമായി കേരളത്തിൽ ഇങ്ങനെ ഇടപെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ആത്മഹത്യാപരം തന്നെയാണ്. നാളെ അറബിക്കും യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും ആൾക്കാർക്ക് വംശീയമായി മലയാളിയെ നേരിടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ 50-60 ലക്ഷം പേരും അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങൾക്കും എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയേണ്ടി വരും ഇവിടുന്ന്. അത് മാത്രമല്ല, ഡൽഹിയിൽ ഇരിക്കുന്നവർക്കും, എന്നെ പോലെ ഡൽഹിയിൽ ഇരിക്കുന്നവർക്കും നാളെ മലയാളിയെ കാണുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ആൾക്കാരെ തല്ലിക്കൊല്ലുവാണോ, എന്നാൽ നിന്നെ പിടിച്ചോടാം എന്നുള്ള ആ ഒരു ചോദ്യം ഒരു മനസ്സിൽ തോന്നാതിരിക്കാൻ ഇങ്ങനത്തെ ഉള്ള വിഡ്ഢിത്തങ്ങൾ, ഞാൻ പറയുന്നത് സാമൂഹ്യ വിഡ്ഢിത്തമാണ് നമ്മൾ കണ്ടത്. അത് വരാതിരിക്കട്ടെ. താങ്കൾ പറഞ്ഞ പോലെ ഈ ഒരു ട്രെൻഡ് എത്രയും വേഗം തടയിടേണ്ട ഒരു ട്രെൻഡാണ്. അത് രാഷ്ട്രീയവും സാമൂഹികമായി ഉള്ള നേതാക്കന്മാർ ചെയ്യും എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങൾ വേറൊരു ഇഷ്യൂമായി അടുത്ത ലക്കത്തിൽ വരുന്നതാണ്.